ഹലോ ഹായ് ഡിയേഴ്സ്. നാളെ ഒരു നിശ്ചയമുണ്ട്. അപ്പോൾ നിശ്ചയത്തിന് പോകാൻ വേണ്ടി സാരി ഒന്ന് അയൺ ചെയ്ത് വെക്കാമെന്ന് കരുതി. അങ്ങനെ രാവിലെ മീൻ വന്നപ്പോഴത്തേക്ക് ചേച്ചിയുടെ അമ്മായി പോയി നമുക്ക് കോഴിയാളെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് വേണം നിശ്ചയത്തിന് പോകാൻ. അത് കഴിഞ്ഞ് പോയി കുളിച്ചിട്ട് ഒന്ന് പിറം കഴുകിയതേ ഉള്ളൂ. അതൊക്കെ കഴുകിയിട്ട് വന്നിട്ടാണ് ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭയങ്കര മേക്കപ്പൊന്നുമില്ല, ജസ്റ്റ് ഞാനൊരു ടോണർ അടിച്ച് ഒരു സൺസ്ക്രീം മാത്രമേ ഇടും. അതാണ് എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി മൂന്ന് ഐറ്റം മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സൺക്രീം. അപ്പോൾ ഒരുപാടൊന്നും അങ്ങനെ വാരി പൂശാറൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഞാൻ ഇടാറുള്ളൂ. ഞാൻ പറഞ്ഞ ആ മൂന്നായിട്ട് ഇതാണ്: ഒരു ഐലൈനർ, ഒരു ലിപ്സ്റ്റിക്ക്, ഒരു കരി. അത് ഹിമാലയയുടെ കരിയാണ്. അപ്പോൾ ജസ്റ്റ് കണ്ണിലൊന്ന് ഇട്ട ശേഷം ഞാൻ എൻ്റെ പിരിയത്തിനൊട്ടും കട്ടിയില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിരൽ വെച്ച് ഒന്ന് കളർ ചെയ്യും. അതിന് ശേഷം ഒന്ന് പൗഡർ ഇടും. ഇതാണ് എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് കണ്ണെഴുതും. സാധാരണ നോർമലി ഞാൻ ഷോപ്പിൽ വരുമ്പോൾ കണ്ണൊന്നും എഴുതൂല. ഇന്നിപ്പോൾ നിശ്ചയത്തിന് പോകുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ കണ്ണെഴുതുന്നത്. അത് കാണിച്ചത് അറിയാൻ പറ്റുന്നില്ല കണ്ണ് എഴുതിയതൊക്കെ. പിന്നെ ഫോട്ടോസിലൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും. താടിയിലാണെങ്കിൽ ഒരു കുരു വന്നാൽ എനിക്ക് നല്ല വേദനയും ഉണ്ടായിരുന്നു. ലിപ്സ്റ്റിക്കും അങ്ങനെ വാരി തേക്കാറില്ല, ജസ്റ്റ് ലൈറ്റായിട്ട് ഒന്ന് ഇടാറേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ്. ഇനി സാരി ഉടുത്തിട്ട് വരാം. അങ്ങനെ ഇതാണ് ഇന്നലെ ഞാൻ അയൺ ചെയ്ത് വെച്ച സാരി. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ തല കെട്ടുന്നത്. കാരണം മുടിയില്ല, ഉള്ളതെല്ലാം പൊഴിഞ്ഞു പോയി. പിന്നെ ഇപ്പം ഇത്ര മുടിയാണുള്ളത്. അങ്ങനെ ഞാൻ റെഡിയായി. ചേച്ചി എന്നെക്കാത്ത് പുറത്ത് നിൽക്കുകയാണ്. സമയം ഒരുപാട് വൈകി. ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് ഒരുപാട് താമസിച്ചു. ചെന്നപ്പോൾ നിശ്ചയ ടൈമായിരുന്നു. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് നിശ്ചയ സമയത്ത് തന്നെ നമ്മളെത്തി. നിശ്ചയം കഴിഞ്ഞപ്പോൾ നമ്മൾ അകത്ത് കയറി ഇരുന്നു. അവിടെ കസേര ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഷോപ്പെന്ന് പറഞ്ഞാൽ ഞാനും തയ്ക്കുന്ന ഒരു ചേച്ചിയുമാണ് ഷോപ്പ് ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ചേച്ചിയുടെ മോളുടെ നിശ്ചയം ആയതുകൊണ്ട് നമ്മൾ കടയുടെ അടുത്തുള്ള എല്ലാ ചേച്ചിമാരും ഉണ്ട്. അപ്പം തുണിക്കട ഇട്ടിരിക്കുന്ന ദിവ്യയുണ്ട്, ആദരവ് ഓഫീസിലെ വിനയ ചേച്ചിയുണ്ട്, പിന്നെ എൻ്റെ ചേച്ചി, പിന്നെ രജനി. അങ്ങനെ നമ്മളൊരു ബാച്ചായിരുന്നു. അപ്പോൾ ദിവ്യയുടെ മോനും ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവൻ കുനിഞ്ഞിരുന്നു. അങ്ങനെ ചേട്ടനും ആ സമയത്ത് വന്ന്. ചേട്ടൻ ഇവിടെ അടുത്തായിരുന്നു പണി. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു ടൈമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രജനി എൻ്റെ ചേച്ചിയോട് നല്ല കത്തി വെക്കുന്നുണ്ട്. എന്താണോ അതോ അന്താരാഷ്ട്ര കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ കടയുടെ മുതലാളി ബിജുവണ്ണൻ വന്നിരുന്നു. നമ്മൾ ബിജുവണ്ണൻ്റെ കടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ബിജുവണ്ണനും വന്നു. അപ്പോൾ അവിടെ എല്ലാം ഉണ്ടപ്പോൾ ബിജുവണ്ണനെയും പിടിച്ച് അവിടെ ഇരുത്തി. അങ്ങനെ നമ്മൾ സദ്യ കഴിക്കാൻ തുടങ്ങി. സദ്യയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പോകാമെന്ന് കരുതി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അപ്പം ദിവ്യയുടെ മോനെ കണ്ടില്ല. അങ്ങനെ ഞാനൊന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ശേഷം ചന്ദ്രനോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും പുറത്തിറങ്ങി. നഗരൂർ പള്ളി ഹാളിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്, വയലൊക്കെ ഉള്ള സ്ഥലമാണ് നമ്മൾ നഗരൂർ. അതിനുശേഷം നമ്മൾ പോകാനിറങ്ങി. അങ്ങനെ രജനിയുടെ കുടയെ നമ്മൾ കളിയാക്കി. മഴവിൽ കളറാണോ എന്നൊക്കെ നമ്മൾ ചോദിച്ചു. അവളെ സാരിക്ക് പറ്റിയ കുടയെന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കി. അതിൻ്റെ ചിരിയാണ് എല്ലാവർക്കും. പിന്നെ നേരെ ഞാനും ചേച്ചിയും ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്ന് ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് അരി ആട്ടാമെന്ന് കരുതി. എന്നിട്ട് നാളെ സാമ്പാറിനാണ് ഞാൻ അരിയുന്നത്. മലക്കറി വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്ക് അമ്മയുടെ സൗണ്ട് പോലെ തോന്നി. കാരണം ഇന്ന് അമ്മ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ആളെത്തിയിട്ടുണ്ട്. ഇപ്പം പ്രപഞ്ചത്തിലെ പോരാളി വന്നു. ഇനി എനിക്ക് ഭയങ്കര സമാധാനമാണ്. എന്നിട്ട് തന്നെ ആൾ പെട്ടെന്ന് തന്നെ ഇന്ന് എനിക്ക് അയൽക്കൂട്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ആൾ അപ്പുറത്തോട്ട് പോയി. ആ സമയം കൊണ്ട് ഞാൻ സാമ്പാറിനും വിഴുക്കിനും ഒക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ അടുക്കളയും ക്ലീൻ ചെയ്തിട്ട് ഞാൻ മുറ്റം തൂക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് മോൾ എണീറ്റു. അപ്പോൾ അവൾ ഭയങ്കര നിർബന്ധമായതുകൊണ്ട് അവൾക്ക് ഫോണും കൊടുത്ത് അവളെ ഇരുത്തിയിട്ട് ഞാൻ ഒന്ന് റൂമിനകവും എറായൊക്കെ ഒന്ന് തൂത്തിറക്കി. അപ്പോഴത്തേക്ക് തന്നെ നാളത്തേക്ക് വിറവ് അടുപ്പിലത്തേക്ക് നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടി വിറവ് കുറവായതുകൊണ്ട് ഒരാൾ കട്ടറും എടുത്തുകൊണ്ട് പോയി വിറവ് കട്ട് ചെയ്യായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ട് കൂടെ. അപ്പോൾ അവർ തമ്മിൽ അവിടെ കാര്യമൊക്കെ പറഞ്ഞ് വിറവ് കട്ട് ചെയ്യുന്ന രംഗമാണത്. അപ്പോഴത്തന്നെ ചേച്ചിയുടെ അമ്മാവി വന്ന് മുറ്റം കംപ്ലീറ്റ് തൂത്തിട്ട്. അപ്പോൾ എനിക്ക് ആ ജോലിയും കുറഞ്ഞു. എന്നിട്ട് എനിക്ക് കുറച്ച് അടുക്കള വശം തൂക്കാനുണ്ടായിരുന്നു. ഞാൻ ആ അമ്മയെ ബുദ്ധിമുട്ടിച്ചില്ല. ഞാൻ പറഞ്ഞു ഇനി ഞാൻ തൂത്തോളാമെന്ന്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേസ്റ്റ് വെള്ളം അവിടെ ഒരു ബക്കറ്റിൽ ഒഴിച്ച് വയ്ക്കും. അതായത് ഞാൻ മലക്കറി അരിയുന്നതും അങ്ങനെയുള്ള വേസ്റ്റ് വെള്ളങ്ങളെല്ലാം ഞാനൊരു ബക്കറ്റിലാണ് ഒഴിച്ച് വയ്ക്കാറ്. അപ്പോൾ ഈ ബക്കറ്റിൽ നിന്ന് ഞാൻ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോയി കളഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് വലിയൊരു ജോലി കിട്ടി. എന്നോട് പറഞ്ഞ വിറവ് വാരിയിരുന്ന സ്ഥലം വൃത്തിയാക്കുന്നു. എനിക്ക് പൊടിയടിക്കുന്ന ഭയങ്കര തുമ്മലാണ്. അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അമ്മ ഈ വിറവ് വാരി ഇടുന്ന സമയത്ത് അമ്മ വരാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു അതും കൂടെ ഞാനങ്ങ് ചെയ്യാമെന്ന്. പിന്നെ എനിക്ക് തുമ്മാൻ തോന്നിയുകൊണ്ട് ഞാൻ പോയി
നേരെ മാസ്കൊക്കെ എടുത്തിട്ട് ആണ് തൂത്തുവാരിയത്. അതിനുശേഷം ആ കംപ്ലീറ്റ് വിറവും വാരി റൂമിനകത്തല്ല അടുക്കളയെ കൊണ്ട് അടുക്കി. എന്നിട്ട് ഞാൻ നേരെ പോയി കുളിച്ചു. കാരണം ഇത്രയും ജോലി ചെയ്തപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഞാൻ ചത്തു. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടുള്ള ഇരിപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ബൈ.